angel, you move with us. Bright and white are you, angel. Oh, angel, you move with us. Bright and white are you, angel. Oh, angel, you move with us. നല്ലത് പറയും മാലാഖ നന്മകൾ ചെയ്യും മാലാഖ നൽവഴി കാട്ടും മാലാഖ നല്ലൊരു തുണയൻ മാലാഖ നല്ലത് പറയും മാലാഖ നന്മകൾ ചെയ്യും മാലാഖ നൽവഴി കാട്ടും മാലാഖ നല്ലൊരു തുണയൻ മാലാഖ. Bright and white are you, angel. Oh, angel, you move with us. Bright and white are you, angel. Oh, angel, you move with us. കൂട്ടിനുണ്ടൊരു മാലാഖ കൺമണി പോലൊരു മാലാഖ എന്നുമെന്നും കാവൽ നിൽക്കും സെറാഫിനെന്നൊരു മാലാഖ. Bright and white are you, angel. Oh, angel, you move with us. Bright and white are you, angel. Oh, angel, you move with us. Bright and white are you, angel. Oh, angel, you move with us. Bright and white are you, angel. Oh, angel, you move with us. Seraphim, 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 Seraphim. കുറച്ച് നേരത്തെ നോക്കിയപ്പോ സൂര്യൻ ആകാശത്ത് ചിരിച്ചോണ്ട് നിന്നതാ. ഇപ്പൊ പുള്ളിക്കാരൻ എവിടെ പോയാ ആവോ? സൂര്യൻ നിന്നെപ്പോലെയാണ് പക്രു. ഇവിടുത്തെ കാര്യം നോക്കിയാൽ പോരല്ലോ. വേറെയുമുണ്ടല്ലോ ഈ ഭൂമിയിൽ സ്ഥലങ്ങൾ. അവിടെയും വെളിച്ചം നൽകണ്ടേ? ഏയ്, അതൊന്നും ആയിരിക്കില്ല സംഭവം. സൂര്യൻ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് തട്ടാൻ പോയതാ. അത് കണ്ടാ തന്നെ അറിയാലോ, മൂപ്പര് ഭയങ്കര കൊതിയന്. ശരിയാ. അമ്മേ, ഈ സൂര്യൻ ഉച്ചയ്ക്ക് കത്തി ജ്വലിച്ചല്ലേ നിൽക്കുന്നേ? അതായത് ഒരു 11 മണി തൊട്ട് 3 മണി വരെ.
അതേടാ പക്രു. അല്ല, അപ്പൊ മൂപ്പർക്ക് ഉച്ചയ്ക്ക് ശാപ്പാടടിക്കണ്ട? ഇവന്റെ ഒരു സംശയം. ഒന്ന് പറ അമ്മേ. സൂര്യൻ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്ന ശീലക്കാരനല്ല. എനിക്കും തോന്നി, അല്ലെങ്കിൽ സൂര്യൻ ഇവിടെ കാണുമായിരുന്നില്ലല്ലോ. ഒരു സംശയം കൂടി. അല്ല, ഈ സൂര്യന്റെ വീട് എവിടെയാ? പറ അമ്മേ. എനിക്കറിയില്ല. അതൊക്കെ എനിക്കറിയാം. പ്രൊഫസർ ഡിക്രൂസ് പറഞ്ഞതാ. അവൻ അറിഞ്ഞുകൂടാത്തതായി ഈ ലോകത്തിൽ ഒന്നുമില്ല. മോനെ പക്രു, അങ്ങനെയല്ല. സൂര്യൻ ഒരു പ്രതിഭാസമാണ്. ആ പ്രതിഭാസത്തെ ചുറ്റുന്ന ജോലിയാണ് നമ്മുടെ ഭൂമിക്കുള്ളത്. ഒപ്പം ഭൂമി സ്വയം കറങ്ങുകയും ചെയ്യുന്നു. അങ്ങനെ കറങ്ങുന്നതുകൊണ്ടാണ് ദിവസത്തിൽ പകുതി സമയം നമ്മൾ സൂര്യനെ കാണുന്നതും ബാക്കി പകുതി സമയം സൂര്യനെ കാണാതിരിക്കുന്നതും. ഈ അമ്മയ്ക്ക് ഒന്നും അറിയില്ല. ഒരു ദിവസം ഞാൻ സൂര്യന്റെ അടുത്ത് പോവും. എന്നിട്ട് സൂര്യന്റെ ഒപ്പം ഇരുന്ന് ഒരു സെൽഫി എടുത്തിട്ട് തിരിച്ചു വരും. അപ്പൊ അമ്മ വിശ്വസിച്ചാ മതി. മോനെ, എങ്ങോട്ടേക്ക് പോകുവാ? അമ്മേ, ഞാൻ ജോബിയുടെ വീട്ടിൽ പോയിട്ട് വരാം. മഴ പെയ്യുമെടാ. കുടയും കൂടി കൊണ്ടുപോ. പിന്നെ തിരികെ വരുമ്പോ കുടയും കൂടി കളഞ്ഞിട്ടിങ്ങ് വരരുത്, കേട്ടോ? മരച്ചോട്ടിലിരുന്ന് മഴ നനയല്ലേ? നിന്റെ കയ്യിൽ കൊടയില്ല? ഓ, കഷ്ടം തന്നെ. എന്താ പക്രു നിന്റെ മുഖത്തൊരു നിരാശ? ഒന്നും പറയണ്ട എന്റെ ജോബി. എന്റെ കുടയും എടുത്തുകൊണ്ട് ഒരു കൊരങ്ങൻ പുഴയ്ക്കപ്പുറത്തെ കാട്ടിലേക്ക് ഓടിപ്പോയി. കുരങ്ങനോ? കുടയുമായി പോയെന്നോ? കുരങ്ങൻ എന്തിനാ കുട? എനിക്കറിയില്ല. ചെലപ്പോ മഴയത്ത് മൂളിപ്പാട്ടും പാടി കറങ്ങി നടക്കാനായിരിക്കും. എന്തായാലും വീട്ടിൽ ചെല്ലുമ്പോ വല്യമ്മച്ചി എന്നെ വഴക്ക് പറയും. ആ ലില്ലിക്കുട്ടിയുമായി അടി കൂടുന്നതിന് എന്നും തല്ലു കിട്ടാറുള്ളതാ. ഇതും കൂടി ആവുമ്പോ കുഴപ്പമില്ല പക്രു. കുടയല്ലേ, ഞാൻ എന്റെ കുട തരാം. എനിക്ക് 2 കുടയുണ്ട്. അതെ അതെ, ജോബിയുടെ കുട തരും. അവനൊരു കുടയുടെ ആവശ്യമല്ലേ ഉള്ളൂ. അതൊന്നും വേണ്ട. ഞാനൊരു കാര്യം ആലോചിക്കുക. എന്താ പക്രു അത്? ഞാൻ കാട്ടിലേക്ക് പോവും. ആ കുരങ്ങന്റെ കയ്യിന്ന് കുടയും വാങ്ങാം. പിന്നെ നമ്മുടെ സൂര്യന്റെ വീടും കാണാം. സൂര്യന്റെ വീടോ? അത് കാട്ടിലാണോ? അതെ. ആരാ നിന്നോട് ഈ വിഡ്ഢിത്തം പറഞ്ഞത്? എടാ പക്രു, അങ്ങനെയല്ല. സൂര്യൻ ഒരു പ്രതിഭാസമാണ്. ആ പ്രതിഭാസത്തെ ചുറ്റുന്ന ജോലിയാണ് നമ്മുടെ ഭൂമിക്കുള്ളത്. ഒപ്പം ഭൂമി സ്വയം കറങ്ങുകയും ചെയ്യുന്നു. അങ്ങനെ കറങ്ങുന്നത് കൊണ്ടാണ് ദിവസത്തിൽ പകുതി സമയം നമ്മൾ സൂര്യനെ കാണുന്നതും ബാക്കി പകുതി സമയം നമ്മൾ സൂര്യനെ കാണാത്തതും. ചാക്കോ സാറ് ക്ലാസ്സിൽ പഠിപ്പിച്ചത് നീ മറന്നുപോയോ? ചാക്കോ സാറോ? ക്ലാസ്സിൽ ഇന്ന് പഠിപ്പിച്ചെന്നോ? എപ്പോൾ? ഇന്നലെ. നിനക്ക് ഓർമ്മയില്ലേ? നീ ക്ലാസ്സിൽ ഉണ്ടായിരുന്നതാണല്ലോ. ചിലപ്പോൾ ചാക്കോ സാർ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ അത് ശരിയല്ല. പക്ഷെ നമ്മുടെ പ്രൊഫസർ ഡിക്രൂസ് പറഞ്ഞതാണ് ശരി. സൂര്യന്റെ വീട് കാട്ടിലാണ്. എന്റെ പൊന്നു പക്രു,
ഡിക്രൂസ് ചുമ്മാ ഓരോ കാര്യങ്ങൾ പറയുന്നതാ. നീ അത് വിശ്വസിച്ച് ഓരോന്നും ചെയ്യല്ലേ. ചിലപ്പോൾ ചില വലിയ അബദ്ധത്തിൽ ചെന്ന് ചാടിയേക്കാം. ഇല്ലില്ല, പ്രൊഫസർ ഡിക്രൂസ് ഒരു മിടുക്കനാ. നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തത് കൊണ്ടാ. ആയിരിക്കാം. എന്നാലും അവർ പറയുന്നതെല്ലാം വിശ്വസിക്കുന്നത് ശരിയല്ല. ചില കാര്യങ്ങൾ നമ്മുടെ മാതാപിതാക്കളോ അധ്യാപകരോ പറഞ്ഞാലേ വിശ്വസിക്കാവൂ. അതല്ലേ നല്ലത്? നിങ്ങളോട് തർക്കിക്കാൻ ഞാനില്ല. ദേ വരുന്നു നമ്മുടെ പ്രൊഫസർ ഡിക്രൂസ്. നമുക്ക് അവനോട് തന്നെ ചോദിക്കാം. ഹായ് ഫ്രണ്ട്, എന്താ പുഴക്കരയിലൊരു ഗൂഢാലോചന? ഒന്നുമില്ല ഡിക്രൂസ്. സോറി പ്രൊഫസർ ഡിക്രൂസ്. ഐ മീൻ ഇവർക്കൊരു സംശയം. ഡൗട്ട്. എന്ത് സംശയം? നമ്മുടെ സൂര്യന്റെ വീട് കാട്ടിലല്ലേ? ഏത് സൂര്യൻ? 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സൂര്യൻ ചേട്ടന്റെയോ? അല്ലടം ഉണ്ടാവും. മാനത്തി മിന്നുന്ന സൂര്യന്റെ കാര്യം പറയുമ്പോ മറ്റേ സൂര്യൻ. നീ എന്നെ മണ്ടാന്ന് വിളിക്കുന്നോ? നിനക്ക് അത്ര ധൈര്യമോ? എന്റെ കയ്യില് ഒരു കെമിക്കൽ പൗഡർ ഉണ്ട്. അത് ഉപയോഗിച്ച് നിന്നെ ഞാൻ മുള്ളം പന്നിയാക്കട്ടെ. അയ്യോ വേണ്ട, ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ. ഞാൻ ഇനി ആവർത്തിക്കില്ല ഡിക്രൂസ്. സോറി പ്രൊഫസർ ഡിക്രൂസ്, ഐ ആം റിയലി സോറി. ആവർത്തിക്കാതിരുന്നാൽ കൊള്ളാം. അല്ലേ നിന്നെ ഞാൻ വല്ല മുള്ളം പന്നിയും ആൾക്കുറങ്ങും ആക്കും. ഓർമ്മയിരിക്കട്ടെ. സോറി ഒരു 100 സോറി ഒരു 1,000 സോറി പ്രൊഫസർ ഡിക്രൂസ്. അല്ല, നമ്മുടെ മാനത്തെ സൂര്യന്റെ വീട് എവിടെയാ? കാട്ടിലല്ലേ? കാട്ടിലോ? ആര് പറഞ്ഞു ഈ മണ്ടത്തരം? എടാ, നിനക്ക് ബുദ്ധിയില്ലേ? നീ തന്നെയാണ് പറഞ്ഞത് സൂര്യൻ ഉദിച്ച് അസ്തമിക്കുന്നത് കാട്ടിലേക്കാണെന്ന്. ബുദ്ധിമാന്മാരിൽ ബുദ്ധിമാനായ പ്രൊഫസർ ഡിക്രൂസിനെ പറ്റി ഇങ്ങനെ അപവാദം പറഞ്ഞാൽ ഞാൻ നിന്നെ വല്ല ആമയോ ഒറ്റോ ആക്കും. ഇഴഞ്ഞിഴഞ്ഞിങ്ങനെ പോകേണ്ടി വരും. വീട്ടിൽ നിന്ന് നീ സ്കൂളിൽ എത്തുമ്പോഴേക്കും 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഞങ്ങളൊക്കെ 7ാം ക്ലാസ്സിലെത്തും. ഓർമ്മയിരിക്കട്ടെ. ചുമ്മാതിരിക്കണ്ട ഡിക്രൂസ്. സോറി പ്രൊഫസർ ഡിക്രൂസേ, സൂര്യന്റെ വീട് എവിടാണെന്ന് പറ. എനിക്കല്ല, ദേ ഇവർക്കാ. അല്ല ഡിക്രൂസ്, ഇവർ പറയുന്നത് ശരിയാണോ? നീ അങ്ങനെ പറഞ്ഞു? അത് ഞങ്ങൾക്കറിയാം ഡിക്രൂസ്. നീ ഇത് പറയൂ. എന്റെ അറിവിൽ സൂര്യന്റെ വീട് കാട്ടിലല്ല. സൂര്യൻ ഒരു പ്രതിഭാസമാണ്. ആ പ്രതിഭാസത്തെ ചുറ്റുന്ന ജോലിയാണ് നമ്മുടെ ഭൂമിക്കുള്ളത്. ഒപ്പം ഭൂമി സ്വയം കറങ്ങുകയും ചെയ്യുന്നു. അങ്ങനെ കറങ്ങുന്നത് കൊണ്ടാണ് ദിവസത്തിൽ പകുതി സമയം നമ്മൾ സൂര്യനെ കാണുന്നതും ബാക്കി പകുതി സമയം സൂര്യനെ കാണാതിരിക്കുന്നതും. ചാക്കോ സാറ് പഠിപ്പിച്ചതായത്. എന്റെ അറിവിലും അത് തന്നെയാണ്. പക്ഷെ അത് പൂർണ്ണമായും ശരിയല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. സൂര്യൻ ആകാശത്തെവിടെയോ താമസിക്കുന്നുണ്ട്. എന്റെ ബലമായ സംശയം അതാണ്. Yes, I got it. The sun is staying beyond clouds. മേഘങ്ങൾക്കപ്പുറമാണ് സൂര്യന്റെ വീട്. അവിടെ ഭാര്യയും മക്കളുമൊക്കെയായി സൂര്യൻ അടിച്ചു പൊളിക്കുകയാണ്. ആണോ? യെസ്, ഐ ആം. നമുക്കെന്തായാലും സൂര്യന്റെ വീട്ടിലേക്ക് പോയാലോ? എങ്ങനെ? അതൊക്കെയുണ്ട്. ജോബി, ജോളി, നിങ്ങൾ വരുന്നുണ്ടോ? ഇല്ല, ഞങ്ങളില്ല. ഞങ്ങൾക്ക് പള്ളിയിലേക്ക് പോകണം. ഫാദർ ഞങ്ങളെയും കാത്ത് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഡിക്രൂസേ, സൂര്യനിലേക്കൊന്നും പോകാൻ കഴിയില്ല. മനുഷ്യൻ ഇതുവരെ അവിടെ എത്തിപ്പെട്ടിട്ടില്ലല്ലോ. അതുകൊണ്ട് നമ്മളെ കൊണ്ട് കഴിയാത്ത കാര്യത്തിനു വേണ്ടി ശ്രമിക്കണോ? വാട്ട് ഫ്രണ്ട്സ്, വൈ ആർ യു സേയിങ് ലൈക്ക് ദിസ്? നീൽ ആംസ്ട്രോങ്ങിന് മുൻപ് ആരും ചന്ദ്രനിൽ പോയിട്ടില്ലല്ലോ. അദ്ദേഹം അങ്ങനെ വിചാരിച്ച് പിന്തിരിഞ്ഞെങ്കിൽ ആരെങ്കിലും ചന്ദ്രനിൽ എത്തുമായിരുന്നോ? മാത്രമല്ല അമേരിക്ക കണ്ടുപിടിക്കാൻ കഴിയുമായിരുന്നോ? സോ ഐ ആം ഗോയിങ് ടു ഡു ദിസ് മൈ ഫ്രണ്ട്സ്. പക്രു, നീ വരുന്നുണ്ടോ? ഞാൻ വരുന്നുണ്ട്. ഈ ജോബിയും ജോളിയും പേടിത്തൊണ്ടന്മാർ തന്നെയല്ലേ? അതെ, അവർക്ക് എന്നെ പോലെ ധൈര്യമില്ല, അതാ. ഓഹോ, അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമുണ്ടെന്നാണോ പറഞ്ഞു വരുന്നത്?
അല്ല, അങ്ങനെയല്ല. പ്രൊഫസർ ഡിക്രൂസ് കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് നല്ല ധൈര്യമാ. അല്ല, എപ്പോഴാ നമ്മൾ സൂര്യന്റെ വീട്ടിലേക്ക് പോകുന്നത്? പോകാം, നിക്ക്. യാത്ര തുടങ്ങുന്നതിന് മുൻപേ കുറെ തയ്യാറെടുപ്പുകളൊക്കെ വേണം. ചുമ്മാ അങ്ങ് കേട്ടില്ലാൻ പറ്റില്ലല്ലോ. എന്ത് തയ്യാറെടുപ്പ്? ഒന്നുകിൽ നമുക്കൊരു പാരച്യൂട്ട് വേണം, അല്ലെങ്കിൽ കുറെ ബലൂണുകൾ. ഐ തിങ്ക് വി നീഡ് ഹൈഡ്രജൻ ബലൂൺസ്. അതൊക്കെ നമുക്ക് എവിടുന്നെങ്കിലും സംഘടിപ്പിക്കാം. നീ വേഗം തന്നെ ഒരു 100 ബലൂണുകൾ സങ്കല്പിച്ചു കൊണ്ടുവാ. ഞാനോ? ഞാൻ ഒറ്റയ്ക്കോ? അതെ, നീ ഒറ്റയ്ക്ക്. അപ്പോഴേക്ക് ഞാൻ വീട് വരെ ഒന്ന് പോയിട്ട് വരാം. പിന്നെ പോയിട്ട് വരുമ്പോൾ കട്ടി കുറഞ്ഞ 2 കയറുകളും 2 കെട്ട് നൂലും വേണം. അതെന്തിന്? മിസ്റ്റർ കൂൾ, നമുക്ക് ബലൂണുകൾ റെഡിയാക്കണ്ടേ? പറയൂ, എന്താണ് പ്രൊഫസർ നമ്മുടെ പ്ലാൻ? നമ്മൾ 50 വീതം ബലൂണുകൾ കൂടിപ്പെരുക്കും. എന്നിട്ട് അവ ഓരോ കയറിലായി കൂട്ടിക്കിട്ടും. ആ കയറിന്റെ അറ്റത്ത് പിടിച്ചാൽ നമ്മൾ പറക്കാൻ തുടങ്ങും. പിന്നെ നേരെ സൂര്യന്റെ വീട് ലക്ഷ്യമാക്കി പറന്നു പോകാമല്ലോ. അങ്ങനെ പറക്കാൻ പറ്റുമോ? പറ്റുമല്ലോ. അങ്ങനെ ഞാനൊരു പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട്. സോ പറന്നു നേരെ സൂര്യന്റെ വീട്ടിലെത്താം. അതിന് നമ്മൾക്ക് സൂര്യന്റെ വീടറിയില്ലല്ലോ. നമ്മൾ ദാഹിച്ച് തളരില്ലേ? അത് സാരമില്ല. നീ ഒരു കുപ്പി ഐസ് വാട്ടർ കൂടി കയ്യിൽ കരുതിക്കോ. സോ ചൂട് നമ്മളെ വലുതായി ബാധിക്കില്ല. എന്തായാലും നീ വേഗം പോയി വരണം കേട്ടോ. ശരി. ജോബി, എനിക്ക് വല്ലാതെ പേടിയാവുന്നു. ഓരോന്നും പറഞ്ഞ് നമ്മുടെ പക്രൂവും ഡിക്രൂസും വല്ല അബദ്ധത്തിലും ചെന്ന് ചാടുമോ ആവോ. ശരിയാ, പക്രു ആണെങ്കിൽ ഒന്നും ചിന്തിക്കുകയുമില്ല. ഇങ്ങനെ വെറുതെ ഓരോന്നും ചെയ്യൂ. ഡിക്രൂസ് പറയുന്നതേ അവൻ വിശ്വസിക്കുകയുള്ളൂ. അതാ. അല്ല, സൂര്യൻ എന്നൊക്കെ പറഞ്ഞ് ഇവന്മാർ എന്താകും ചെയ്യുന്നത്? പണ്ട് കാട്ടിൽ പോയി പൊല്ലാപ്പിലായതുപോലെ വല്ലതും സംഭവിക്കുമോ ആവോ. എനിക്കറിയില്ല. ആലോചിച്ചിട്ടാണേൽ പേടിയാവുന്നു. നമുക്കെന്തായാലും സെറാഫിനെ വിളിച്ച് കാര്യം പറയാം. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ് കൂട്ടുകാരെ. പ്രൈസ് ദി ലോർഡ് സെറാഫിൻ. എന്താ കൂട്ടുകാരെ? സെറാഫിൻ, പ്രശ്നം എപ്പോഴും ഉള്ളത് തന്നെ. പക്രവും ഡിക്രൂസും എന്തോ ഒരു പ്രശ്നത്തിൽ ചെന്ന് ചാടാൻ സാധ്യതയുണ്ട്. സൂര്യന്റെ വീട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞ് ഇരുവരും കൂടി പുഴക്കരയിൽ നിൽപ്പുണ്ട്. ഓരോന്ന് ചെയ്ത് എന്തെങ്കിലും അബദ്ധത്തിൽ ചെന്ന് ചാടും. അതാ പതിവ്. സെറാഫിൻ, എങ്ങനെയെങ്കിലും അവരെ അബദ്ധത്തിൽ ചെന്ന് ചാടാതെ രക്ഷിക്കണം. എനിക്കറിയാം കൂട്ടുകാരെ, ഇരുവരും മഹാകുസൃതികളാണ്. എന്നാലും വലിയ അപകടത്തിലൊന്നും അവർ ചെന്നുപെടില്ല. അത് ഞാൻ ശ്രദ്ധിച്ചോളാം. എന്താ പോരെ? മതി സെറാഫിൻ, മതി. വീട്ടിലേക്ക് പോയി വരാന്ന് പറഞ്ഞ ഡിക്രൂസിനെ കാണുന്നില്ലല്ലോ. അവൻ എന്നെ വെറുതെ പറ്റിച്ചതായിരിക്കൂ. ഇല്ല, പ്രൊഫസർ ഡിക്രൂസ് അങ്ങനെ ചെയ്യുമോ? ഞാൻ പറഞ്ഞ കാര്യമെല്ലാം കിട്ടിയോ പക്രു? കിട്ടി. 200 ബലൂൺ വാങ്ങിച്ചു. കയറും മറ്റും കവറിന്റെ ഉള്ളിലുണ്ട്. ഓക്കെ, നീ വേഗം ബലൂണുകൾ പെരുക്കൂ. പെട്ടെന്ന് തിട്ടാൻ നമുക്ക് പെട്ടെന്ന് പോകാം. വൈകുന്നേരത്തിന് മുമ്പ് തിരിച്ചു വരേണ്ടതല്ലേ? ശരി. പക്രു, നമുക്ക് സമയം വളരെ കുറവാണ്. വേഗമാകട്ടെ. പ്രൊഫസർ ഡിക്രൂസെ,
ഇതിൽ 200 ബലൂണുകളുണ്ട്. അതിൽ 100 എണ്ണം നീ ഊതി വീർപ്പിക്കുവോ? വേണ്ട പ്രൊഫസർ, ഞാൻ തന്നെ ഊതി വീർപ്പിക്കാം. അല്ല, ഒരു 50 എണ്ണം ഊതി വീർപ്പിക്കാമോ? ഇത് കൊള്ളാലോ, നമുക്ക് പെട്ടെന്ന് അങ്ങെത്താം. ഇവർ ബലൂൺ കെട്ടിപ്പറന്നാൽ മുകളിലെത്തുമ്പോൾ പൊട്ടി വീഴും. അപകടം പറ്റാതിരിക്കാൻ പൊങ്ങുമ്പോൾ തന്നെ ബലൂൺ പൊട്ടിക്കണം. മുകളിൽ എത്തിയിട്ടാണ് പൊട്ടുന്നതെങ്കിൽ എന്റെ അമ്മോ, ആദ്യം സ്കൂളിൽ പഠിച്ചിട്ട് നല്ല മാർക്ക് വാങ്ങാൻ നോക്ക് ഡിക്രൂസ്. ഓ, നിന്റെ ബുദ്ധി ഇല്ലാത്ത ഇത്രയും കാര്യങ്ങൾക്ക് ഞാൻ ഇനി ഒരിക്കലും കൂട്ടില്ല. ബൈ ബൈ. അറിവുള്ളവർ പറയുന്നത് മാത്രം വിശ്വസിക്കുക.